ഹലോ പ്രിയപ്പെട്ടവരെ, ചട്ടിപ്പറമ്പ് ചന്തയിലാണുള്ളത്. ശനിയാഴ്ച ദിവസം തലയച്ചന്തയാണ്. തലയച്ചന്തയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം മുറ കുട്ടികളും പോത്തുകുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, കാളകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലിടയിൽ നല്ല പൊടി കുട്ടികളെ കണ്ടപ്പോൾ ഒന്ന് വില ചോദിച്ചു നോക്കാം നമുക്ക്. ഉണ്ടോ ഇവിടെയുള്ള കാഴ്ചകൾ? ഇത് വളരെ പൊടി കുട്ടികളാണ്. വള്ളോമ്പുറം കുഞ്ഞാപ്പൂവിൻ്റെ കന്നുകളുടെ ലോഡിൽപ്പെട്ടതാണിത്. അപ്പോൾ നമുക്ക് മകൻ നിഷാദ് ഇവിടെ ഉണ്ട്. അവന് വേറെ ഓക്കെ. നിഷാദ്, ഇതിൽ ഈ പൊടിക്കുട്ടികൾ എങ്ങനെ വില വരുന്നത്? കൊടുക്കല്ല 24 രണ്ടെണ്ണം ജോഡിക്ക് അല്ലേ? ഈ രണ്ട് ചെറിയ കുട്ടികൾക്ക് 24 ചോദ്യം, 22 കിട്ടിയാലും കൊടുക്കും. ഈ ഒറ്റൊന്ന് എങ്ങനെയാ അവസ്ഥ? 21 ചോദ്യം അല്ലേ? അപ്പോൾ ഇത് 2 ജോഡിയായിട്ട് കൊടുക്കുന്നത്. വെള്ള 24 ചോദ്യം. അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളാണല്ലേ? ഓക്കെ. ശരി. ഒറ്റൊന്നുള്ളത് അല്ലേ? 13 റുപ്യക്ക് അറിയാന മുറ തൂക്കി വാങ്ങണിപ്പെട്ട കുട്ടിയാണ്. ഇത് 12-13 കൊടുക്കുന്ന പറയണ ചെറിയ കുട്ടികളാണ്. പക്ഷെ അത് കിട്ടിയാൽ വലിയ കിട്ടില്ല കേട്ടോ. കണ്ടോ ലെവൽ കൊടുത്തു. വടക്കൻ കുട്ടികളൊക്കെ അത് കൊടുത്തു. ഇനിയിപ്പോൾ പുറത്ത് വേറൊരു ആന്ധ്ര ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. ആന്ധ്ര ലോഡിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ചോദിച്ചിരുന്നു ലൈവ് എടുത്തപ്പോൾ. അപ്പോൾ ഒരു 30,000 മുതൽ 50 ചില്ലാനം വരെയുള്ള കന്നുകൾ പോത്തുകൾ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ലോഡ് വന്നതാണെന്ന് ഉച്ചക്ക്. ഏകദേശങ്ങൾ നോക്കൂ. പിന്നെ ഒക്കെ റെസ്റ്റിലാണ്. കാരണം ലോഡ് 10-600 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്ന പോത്തുകളാണ്. അതിൻ്റെ പ്രത്യേകത ഇതവിടെ കിടക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിലേക്ക് ചെറുത് കാണുന്നത്. ഇതൊക്കെയാണ് 30 ചില്ലാനം വരുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ മേലേക്കുള്ള വലിപ്പമുള്ള എരുമകളുണ്ട്, വലിയ വലിപ്പമുള്ള ടൈപ്പ്. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസങ്ങളിലെ ചന്തകളും മിസ് ചെയ്യരുത്. അതെങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഏകദേശം ഞായറാഴ്ചയാണ് ചട്ടിപ്പറമ്പ് മലപ്പുറത്തെ ചന്ത. അപ്പോൾ അവിടെ ശനിയാഴ്ച വന്നാലും ഇതുപോലെ കന്നുകളാവും. ഇതിപ്പോൾ ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത്രയും കന്നുകൾ ഇവിടെ ഓൾറെഡി സെറ്റിൽഡാണ്. ഓക്കെ. അതുപോലെ ചൊവ്വാഴ്ചയാണ് പെരുമ്പിലാവ്, അതുപോലെ ചേളാരിയൊക്കെ. അവിടെയൊക്കെ തിങ്കളാഴ്ച പോയാൽ കിട്ടും. വ്യാഴാഴ്ചയാണ് വാണിയംകുളം, ബുധനാഴ്ച പോയാൽ കന്ന് കിട്ടും. ഓക്കെ. ശനിയാഴ്ചയാണ് കുഴൽമന്ദം പാലക്കാട്. അവിടെയൊക്കെ തലേ ദിവസങ്ങളും സംഭവങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ല ആന്ധ്ര കുട്ടികളാണ്. ഈ ആന്ധ്ര കുട്ടികൾക്ക് 30 മുതൽ 50 വരെ വില ചോദിക്കുന്നത്. ചോദ്യവിലയാണ്. അത് ഇനിയും കുറയും. അവിടെ അറ്റത്ത് കിടക്കുന്ന 2 ആൾക്കാരാണ് എരുമകളായിട്ടുള്ളത്. അതിന് മേലെ കിടക്കുന്ന ആ അറ്റത്തുള്ള ഒരു 5-6 വലിയ കുറച്ച് ഹൈറ്റും വെയിറ്റുള്ള പോത്തുകളായത്. ഒരു 1.5 കിൻഡലൊക്കെ ഏകദേശം വരുന്നത്. ആ ടൈപ്പിന് ഏകദേശം 50 അല്ലെങ്കിൽ 40 ചില്ലാനൊക്കെ അവർ ചോദിക്കുന്നത്. ബാക്കിയൊക്കെ അതിലേറെ വില കുറവാണ്. അപ്പോൾ ഈ കിടക്കുന്ന മുഴുവൻ ആന്ധ്ര കുട്ടികളാണ്. അത് ശനിയാഴ്ച കണ്ടൊരു കാഴ്ച ആയതുകൊണ്ടാണ് എടുത്തത്. അതുപോലെ കാളകൾ, പശുക്കൾ, മൂരികൾ ഒക്കെ വേറെ അവൈലബിൾ ഉണ്ട്. പിന്നെ സക്കരിയാക്ക, റഫീഖാക്ക അവരുടെയൊക്കെ ടീമിൽപ്പെട്ട പോത്തുകളാണ്. ആ മഞ്ഞ കയറും ചുവപ്പും മൂക്കയറുമായിട്ട് നിൽക്കുന്നത്. അതും ഇഷ്ടംപോലെ ഇപ്പം തന്നെ റെഡിയാണ്. തലേ ദിവസം തന്നെ റെഡിയാണ്. ഈ വെള്ള ഷർട്ടുകളൊക്കെ കസ്റ്റമേഴ്സാണ്. അവർ ഇപ്പോൾ ഒന്ന് വാങ്ങാൻ വന്നതാണ്. ആലോചിച്ച് നോക്കൂ, തലേ ദിവസം സ്വസ്ഥമായിട്ട് വന്ന് വാങ്ങിപ്പോകാൻ പറ്റും. ആ രീതിയിൽ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ മുരിക്കുട്ടികൾ, മുരിക്കുട്ടികൾ, ഇതൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടാവും. ഇതിൽ ഗിറില്ല. അവിടെ ലോറി കാണുക, ലോറി ഇങ്ങനെ ലോഡ് ഇറക്കുകയാണ്. ഇതിന് മുമ്പ് വലിയ ലോറികളുണ്ടായിരുന്നൊക്കെ ലോഡ് ഇറക്കിപ്പോയി. ഓക്കെ. പോത്തുകൾ തലേ ദിവസം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പാൽപ്പശുക്കളും ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞുകോയക്കൻ്റെ തൊഴുത്തിലും കന്നുകളുണ്ട്. ഒക്കെ സാധനം റെഡിയാണ് കേട്ടോ. നമ്മൾ ഈ തലേ ദിവസത്തെ ചന്തയെ നെവറായിട്ട് കാണരുത്. അത് ഇഷ്ടം പോലെ സാധനം കിട്ടും. കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് തിരക്കില്ലാതെ വാങ്ങാനും പറ്റും. ഇതാ വലിയ പോത്തുകളുണ്ട്. അതൊക്കെ ഇനി മൂക്കേറിടാനുള്ളതാണ്. നേരത്തെ 1-2 മൂക്കുത്തിനെ കണ്ടിരുന്നു. പിന്നെ ഇതൊക്കെ അതിൽപ്പെട്ട നേരത്തെ കണ്ട ആന്ധ്ര കുട്ടികളിൽ പെട്ട വലിയ ഐറ്റമാണ്. ഇവിടെ ചുവപ്പും മഞ്ഞയും കാണാനുള്ള ഈ കയറ് കെട്ടിയതാണ് സക്കരിയ, റഫീഖ്, കുഞ്ഞായ്മാക്ക അവരുടെ ഒക്കെ പാടുള്ളത്. അത് ഇഷ്ടംപോലെ സാധനമുണ്ട്. അതൊന്നും അത്യാവശ്യത്തിന് അവിടെ മാനുവാക്കാൻ്റെ ലോഡ് ഇറക്കി മൂപ്പന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തലേ ദിവസത്തെ വൈകുന്നേരം ആയപ്പോഴേക്ക് തന്നെ ഇത്രയും ചന്ത നിറയാണ്. ഇനി കുറച്ച് പിന്നെ കുട്ടികളും പാൽ പശുക്കളും, പശുക്കുട്ടികളും, കുറച്ച് മൂരിക്കുട്ടികളും, കുറച്ച് എന്താ പറയുക പോത്തും കുട്ടികളും കൂടി അറിഞ്ഞാൽ ചന്ത നിറഞ്ഞു. ആ പോത്തും കുട്ടികൾ പറഞ്ഞപ്പോൾ തന്നെ അതവിടെ ഇറക്കണം. ആ വണ്ടിയിൽ നിന്ന് ഇറക്കണം മുഴുവൻ കുട്ടികളാണ്. മനസ്സിലായോ? അതൊക്കെ മിക്കവാറും ഈ മാനുവക്കാൻ്റെ ആയിരിക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ ലൈവ് എടുത്തപ്പോൾ ഈ കന്നുകളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അത് കുഴൽമന്ദം വഴി വരികയായിരിക്കും ഇപ്പോൾ അത്. ഓക്കെ.